സംസ്ഥാനത്ത് ഭരണം മാറിയതോടെ പോലീസ് സേനയിലെ അഴിമതിക്കാർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ നടപടികൾ കർശനമാക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. തെറ്റായ പ്രവണതകൾ വെച്ചുപുറപ്പിക്കില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ശക്തമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സേനയ്ക്കുള്ളിലെ പുഴുക്കുത്തുകളെ കണ്ടെത്താൻ അഴിമതി വിരുദ്ധ വിഭാഗം പ്രത്യേക നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായാണ് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തണലിൽ മുൻപ് പല അച്ചടക്ക നടപടികളിൽ നിന്നും രക്ഷപ്പെട്ട കുറുപ്പംപടിയിലെ മുൻ ചുമതലക്കാരൻ രാജേഷ് കുമാർ ഇപ്പോൾ വലയിലായിരിക്കുന്നത്. കാര്യാലയത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഗുരുതരമായ നിയമലംഘന കേസ് അട്ടിമറിക്കുന്നതിനും പ്രതിയെ സഹായിക്കുന്നതിനുമായി 40,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് രാജേഷ് കുമാറിനെ അഴിമതി വിരുദ്ധ വിഭാഗം തന്ത്രപരമായി പിടികൂടിയത്. പരാതിക്കാരനിൽ നിന്നും പണം കൈപ്പറ്റിയ ഉടൻ തന്നെ ഒളിച്ചിരുന്ന ഉദ്യോഗസ്ഥർ ഇയാളെ വളയുകയായിരുന്നു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ ഇയാൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ ആസൂത്രണത്തിലൂടെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് പ്രതി താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയിൽ അഴിമതി വിരുദ്ധ വിഭാഗ ഉദ്യോഗസ്ഥർ രാത്രി വിപുലമായ മിന്നൽ പരിശോധന നടത്തി. ഏറെ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. ഈ പരിശോധനയിൽ ഔദ്യോഗിക വസ്തുക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ സൂക്ഷിച്ചിരുന്ന കൃത്യമായ രേഖകളില്ലാത്ത മറ്റൊരു 40,000 രൂപ കൂടി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ഈ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സുപ്രധാന വിവരവും പുറത്തുവന്നു. കുറുപ്പംപടിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്ന ഒരു മണ്ണുകടത്ത് കേസിലെ പ്രധാന പ്രതിയെയും ഈ സമയം ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക വസതിക്കുള്ളിൽ കണ്ടെത്തി. കേസിലെ വകുപ്പുകൾ ലഘൂകരിക്കുന്നതിനും കേസ് ഒതുക്കി തീർക്കുന്നതിനുമുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നിരുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രമുഖ മേഖലകളിൽ ഇയാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇയാൾ ജോലി ചെയ്ത സ്ഥലങ്ങളിലെല്ലാം സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും രഹസ്യാന്വേഷണ വിഭാഗം മുൻപ് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് വിവരം. അഴിമതി വിരുദ്ധ വിഭാഗം തലവൻ മനോജ് എബ്രഹാമിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കുറുപ്പംപടിയിലെ സമീപകാലത്തെ മറ്റ് കേസ് രേഖകളും ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. സർവീസിൽ നിന്നും ഇയാളെ പൂർണ്ണമായും പുറത്താക്കുന്നതിനുള്ള കർശനമായ അച്ചടക്ക നടപടികൾക്ക് ആഭ്യന്തര വകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ പടിപടിയായി സേനയ്ക്കുള്ളിലെ ഓരോ പുഴുക്കുത്തുകളെയും നീക്കാനാണ് ആഭ്യന്തരമന്ത്രി ലക്ഷ്യമിടുന്നത്. മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള കർശനമായ ഉദ്യോഗസ്ഥ ഇടപെടലുകളും ഇതിന് ശക്തമായ തുണയാണ് നൽകുന്നത്.